യൂണിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരീരം മാത്രം വച്ചിട്ട് യോഗ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ശരീരവും മനസ്സും അതുപോലെ തന്നെ നമ്മളുടെ ശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ യോഗ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വർക്ക്ഔട്ട് ഇന്നാണ് നമ്മൾ അകത്തേക്കുള്ളതാണ്. കൂടുതൽ നമ്മളുടെ മെന്റൽ പീസ് കാര്യങ്ങൾ അതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളുടെ ബോഡിക്കും അത് നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് യോഗാസനത്തിലേക്ക് കടക്കില്ല. അതായത് നമുക്കറിയാലോ യോഗയിൽ ഒരുപാട് ആസനങ്ങളുണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് യോഗാസനത്തിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളങ്ങനെ അധികം സ്ട്രെച്ച് ഒന്നും ചെയ്യാത്തവരായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് നമ്മളുടെ ജോയിന്റ്സ് അതുപോലെ മസിൽസ് ഒക്കെ ഒന്ന് ആദ്യം അയച്ചിടണം. അതിനു വേണ്ടി നമ്മൾ സൂക്ഷ്മ വ്യായാമമാണ് ചെയ്യുക. സൂക്ഷ്മ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മൂവ്മെന്റ്സ്, അതായത് നമ്മളുടെ ജോയിന്റ്സും മസിൽസും ഒക്കെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ സൂക്ഷ്മ വ്യായാമം. അതിനുശേഷമാണ് നമ്മൾ യോഗ ആസനത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, പോസ്റ്റേഴ്സിലേക്ക് കടക്കുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ബ്രീത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ഒരു പ്രാണായാമം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവില്ല. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂക്ഷ്മ വ്യായാമത്തിൽ തുടങ്ങുന്നത്. നമ്മൾ ഈ സൂക്ഷ്മ വ്യായാമത്തിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതിനുശേഷമാണ് നമ്മൾ യോഗ ആസനമായാലും ഇപ്പൊ ബ്രീതിങ് എക്സസൈസും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊക്കെ മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കൊരു ചെറിയൊരു പ്രെയർ ഉണ്ട്. പ്രെയർ എന്ന് പറഞ്ഞാൽ വലിയ പ്രെയർ കഴിഞ്ഞാല് നമ്മുടെ ചുറ്റിനുള്ള എനർജി, നമുക്ക് എനർജി ഉണ്ടല്ലോ, ആ എനർജി നമ്മുടെ യൂണിവേഴ്സിലുള്ള ചുറ്റിലുള്ള എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ് എന്നുള്ള ഒരു അർത്ഥം ആണ് ഈ മഹാമുദ്ര പിടിച്ചിട്ട്. ഇപ്പൊ നമുക്ക് പഞ്ചഭൂതങ്ങളുണ്ട്. നമ്മുടെ ഈ വിരലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ 5 ഭൂതങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ ഈ നമ്മുടെ കമ്പലി തള്ളവിരൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഫയർ, അഗ്നിയാണ്. അതുപോലെ ചൂണ്ടുവിരൽ റെപ്രസെന്റ് ചെയ്യുന്നത് വായുവാണ്. അതുപോലെ നമ്മുടെ നടുവിരൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതോടൊപ്പം മാതാപിതാക്കളെയും എല്ലാവർക്കും ഓർക്കാം. ഇനി ഡീപ്പായ ശ്വാസം എടുക്കാം. തുടർന്ന് ചെയ്യാണ് കേട്ടോ. ഇൻഹേൽ അപ്പ്, നിവർന്നിരുന്ന് നെക്കിന മാത്രം. എക്സേൽ ഡൗൺ. ഒന്നുകൂടെ ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇനി നേരെ വരാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ട്രെച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ രണ്ടാമത്തെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഒരു ശ്വാസം എടുക്കും. ഇവിടെ ഇൻഹേൽ, എന്നിട്ട് എക്സേൽ ചെയ്ത് നമ്മൾ കഴുത്ത് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കും. റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് നമ്മൾ കഴുത്താണ് തിരിച്ചിട്ടുള്ളത്. ഈ സമയം നമ്മളുടെ താടി ഷോൾഡറിനോട് പാരലൽ ആയിട്ട് വേണം വെക്കാൻ. എന്നിട്ട് നമ്മൾ നോട്ടം മാത്രം ബാക്കിലേക്ക് കൊടുക്കും. നമ്മുടെ കണ്ണ് മാത്രമാണ് ബാക്കിലേക്ക് പോകുള്ളൂ. നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ തിരിയുന്നില്ല. നമ്മൾ താടി ഇതുപോലെ ഷോൾഡറിനോട് പാരലൽ ആയിട്ട് വെച്ച് നോട്ടം മാത്രമാണ് നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുന്നത്. ഇൻഹേൽ ചെയ്ത് സെന്ററിലേക്ക് വരുന്നു. എക്സേൽ ചെയ്ത് ഇതുപോലെ കഴുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. താടി ഇൻഹേൽ സെന്റർ, എക്സേൽ റൈറ്റ്. നമുക്ക് സ്ട്രെച്ച് നമ്മൾ അറിയണം. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും സ്ട്രെച്ച് ഉണ്ട്. ഇൻഹേൽ സെന്റർ, എക്സേൽ ലെഫ്റ്റ്, ഇൻഹേൽ സെന്റർ ആൻഡ് എക്സേൽ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്ട്രെച്ച്. ഇനി അടുത്ത സ്ട്രെച്ച് ചെയ്യാം. മൂന്നാമത്തെ സ്ട്രെച്ച് ചെയ്യാം. മൂന്നാമത്തെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വലത് ചെവി വലത് ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ട്രെച്ചാണ്. അതാണ് പറയുന്നത്. ശ്രമിക്കുന്നേ ഉള്ളൂ. നമ്മള് കഷ്ടപ്പെട്ട് അവിടെ പോയി ടച്ച് ചെയ്യരുത്. അതാണ് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യരുത്. ഒന്നും സ്ട്രെയിൻ ചെയ്യരുത്. നമുക്ക് പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഞാൻ കാണിക്കാം. ഒരു ശ്വാസം എടുക്കുന്ന ഇൻഹേൽ,
എക്സേൽ ചെയ്ത് വലതു ചെവി വലതു ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇത്ര പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത്ര പോകാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇത്രയും പോകാൻ പറ്റുള്ളൂ, അത് മതി. അപ്പൊ തന്നെ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ സ്ട്രെച്ച് കിട്ടും. ഈ ഇൻഹേൽ സെന്റർ എക്സേൽ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ തന്നെ ഇടത് ചെവി ലെഫ്റ്റ് ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സ്ട്രെച്ച് കിട്ടും. ഓക്കെ, ഇൻഹേൽ സെന്റർ എക്സേൽ. ഇത് ചെയ്യുന്ന സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ ചെയ്യരുത്. അതായത് നമ്മൾ ഷോൾഡർ പൊക്കി ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ സ്ട്രെച്ച് ട്രൈ ചെയ്യാണ് ചെയ്യുന്നുള്ളൂ, സ്ട്രെയിൻ ചെയ്യരുത്. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ നിവർന്നിരിക്കുള്ളൂ, നിവർന്നിരിക്കാൻ മറന്നു വരുന്നത്. ഷോൾഡർ റോൾ ചെയ്താൽ മതി ബാക്കിലേക്ക്, അപ്പൊ സ്ട്രെയിറ്റ് ആയിക്കോളൂ. കൈ വെറുതെ മുട്ടിൽ ഇൻഹേൽ സെന്റർ എക്സേൽ ലെഫ്റ്റ്, inhale center, exhale right. wherever നമ്മൾ strain കൊടുക്കരുത്. inhale center, exhale left, inhale center and exhale. okay, ഇതാണ് മൂന്നാമത്തെ സ്ട്രെച്ച്. ഈ ലാസ്റ്റ് നമ്മൾ ഒരു സ്ട്രെച്ച് കൂടി ചെയ്യുന്നത് നെക്കിന് വേണ്ടിയിട്ട്, അത് നെക്ക് റൊട്ടേഷൻ ആണ്. നെക്ക് റൊട്ടേഷൻ നമ്മൾ ആദ്യം അറിയണം, വിരലിൽ നമുക്ക് കിട്ടുന്ന സ്ട്രെച്ച് നമ്മൾ അറിയണം. Okay, repeat ചെയ്യാം. Inhale, exhale. Repeat ചെയ്തോ. Inhale, exhale, inhale, exhale, inhale, exhale. ആദ്യം പതുക്കെ റിസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ പൂത്തിരി തിരിക്കുന്ന പോലെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യരുത്. 2 3 റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് അറിയണം. 4 5. ഇനി ഓപ്പോസിറ്റ് 1 2 3 4 5. ഇനി നമുക്ക് എൽബോ ജോയിന്റ്സ് ആണ്. കൈകൾ ഇതുപോലെ തുറന്നു വെച്ചോളൂ. ഇനി ഇൻഹേൽ ചെയ്ത് കൈകൾ ഇതുപോലെ അമ്മാട്ടാക്കി ഷോൾഡറിലേക്ക് വെക്കാം. എക്സേൽ ചെയ്ത് തുറക്കാം. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ നിവർന്നിരിക്കണേ. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. ഇപ്പൊ തന്നെ കൈ നന്നായി കടഞ്ഞിട്ടുണ്ടാവും. ഇനി നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്ര നേരം കൈ നീക്കി പിടിച്ചുകൊണ്ട് നമുക്ക് കൈ നന്നായി കടഞ്ഞിട്ടുണ്ടാവും. നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് കൈകളും എപ്പോഴും തള്ള വിരലിൽ വേണം നമ്മളുടെ ബോഡി വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ എന്നിട്ട് നന്നായിട്ട് വലിച്ചു കൊടുത്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അങ്ങനെ നിൽക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇതാണ് താടാസനം, പാം ട്രീ പോസ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ബോഡി സ്ട്രെച്ച് ആണ്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവും. ഫുൾ ബോഡി നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളുടെ കൈ വലിച്ചു കൊടുക്കുന്നുണ്ട്, ടോസ് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്പൈനൊക്കെ നന്നായിട്ട് വലിയുന്നുണ്ട്. സ്പൈൻ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പൈൻ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് ഹഞ്ച്, അതായത് കൂന് ഒക്കെ നടക്കുന്നു. നമ്മൾ അങ്ങനെയല്ല, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം വരില്ലേ, ഇതൊക്കെ മാറി നമ്മുടെ പോസ്റ്റർ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ പോസ്റ്റർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോസ് ആണ്. അത് മാത്രമല്ല ഇതൊരു ബാലൻസിങ് പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ ഒരു പറയുമ്പോൾ ഒരു സിമ്പിൾ പോസ് ആണ്, പക്ഷെ ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള പോസ് ആണ് ഇത്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മൾ ഹോൾഡ് ചെയ്യണം കേട്ടോ. ഹോൾഡ് ചെയ്തിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചെയ്യോളൂ. സമസ്ഥിതി. കാലുകൾ അടുപ്പിച്ച് വെക്കാം, കൈകൾ അടുപ്പിച്ച് വെച്ച് നിവർന്ന് നേരെ നിൽക്കാം. ഇനി ഇവിടെ ഒന്ന് ഇൻഹേൽ ചെയ്ത് രണ്ട് കൈകളും രണ്ട് സൈഡിലൂടെ കൊണ്ടുവന്ന് ഇന്റർലോക്ക് ചെയ്യാം. തിരിച്ചു മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ ചെയ്ത് ഹീൽസ്
ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കാം. ബാലൻസ് നമ്മുടെ തള്ളവിരലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായി വലിച്ചു കൊടുത്തോളൂ. ബാലൻസ് ചെയ്യാം. ഇനി നേരെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റർ ആണ് ഹോൾഡ് ചെയ്യുന്നത്, ബ്രീത്ത് അല്ല. നോർമൽ ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10. ഇൻഹേൽ, ഒരു ശ്വാസം എടുക്കാം. എക്സേൽ ചെയ്ത് വെരി ഗുഡ്. ഡൗൺ ചെയ്യാം, കൈകൾ റിലീസ് ചെയ്യാം. ഓക്കെ, ഫുൾ ബോഡിക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാം. എക്സേൽ ചെയ്ത് ഹീൽസ് ഉയർത്താം. മാക്സിമം ഹീൽസ് ഉയർത്താം. തള്ളവിരലിലേക്ക് ഫോക്കസ് കൊടുക്കാം. ബോഡിയിലേക്ക് തള്ളവിരലിലേക്ക് കൊടുക്കാം, ചെറുവിരലിലേക്ക് കൊടുക്കരുത്. ബാലൻസ് ചെയ്യാം. വയറൊന്നുള്ളിലേക്ക് വലിച്ചു കൊടുത്തോളൂ. വയറൊന്നുള്ളിലേക്ക് വലിച്ചു കൊടുക്കാം. നേരെ പോയിന്റിലേക്ക് ഫോക്കസ് ആൻഡ് ഹോൾഡ്. 1 നോർമൽ ബ്രീത്ത് ആൻഡ് ഹോൾഡ്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 വെരി ഗുഡ്, വെരി ഗുഡ്. ഇൻഹേൽ, എക്സേൽ ചെയ്ത് ഹീൽസ് താഴ്ത്തി കൈകൾ റിലീസ് ചെയ്തു. എല്ലാവരും ചെയ്തു, നന്നായി ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി സമസ്തതയിൽ നിൽക്കാം. സമസ്തതയിൽ നിന്ന് കണ്ണുകൾ അടച്ചൊന്ന് റിലാക്സ് ചെയ്തോളൂ. കണ്ണുകൾ അടച്ച് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് എന്താണോ ചെയ്തത്, നമ്മൾ പ്രയർ ചെയ്തു, നെക്സ്റ്റ് സ്ട്രെച്ചസ് ചെയ്തു, കൈയ്യുന്നത് ചെയ്തു, കൈയിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു, വിരലുകളുടെ റിസ്റ്റ്, എൽബോ ജോയിൻസ്, അങ്ങനെ ഓർത്തോർക്ക് നമ്മളെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കുക എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഉയർത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. 1 നോർമൽ ബ്രീത്ത് എടുക്കണം. 2 3 4 10. ഇനി സ്ലോലി ഡൗൺ ചെയ്യാം. കാലുകൾ ഒന്നും അടുപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ സെയിം സ്ട്രെച്ച് ഒന്ന് ഫാസ്റ്റ് വേർഷനിൽ ചെയ്യാം. അതായത് കാല് നന്നായിട്ട് ഇതുപോലെ മൂവ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ കാലത്ത് ബാക്കിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അത് പാടാണ്, പക്ഷെ നമുക്ക് ഈ സമയം നന്നായിട്ട് നമ്മുടെ ഹിപ്പില് നമുക്ക് സ്ട്രെച്ച് അറിയാൻ പറ്റും. നമ്മുടെ ഹിപ്പ് ഭയങ്കര സ്റ്റിഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഹിപ്പ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ പോസ്. അതെല്ലാം തന്നെ കുഴപ്പമില്ല. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നേരെ നോക്കാം. ബാക്കിലേക്ക് എക്സേൽ, നേരെ നോക്കാം. ഇൻഹേൽ, exhale, inhale, exhale. വേണം. ഇനി കാലുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാം. ഇനി കൈകൾ മുട്ടിലേക്ക് വെച്ചോളൂ. ഇനി ഇവിടെ ഒന്നും വലത് മുട്ട് പ്രസ് ചെയ്യാം, ഇടത് മുട്ട് ഇതുപോലെ പൊക്കി കൊടുക്കാം. ഇടത് മുട്ട് പ്രസ് ചെയ്യാം, വലത് മുട്ട് പൊക്കാം. അങ്ങനെ 3 4 5 6 7 8 9 10. ഇനി റിലീസ് ചെയ്യാം. കാലുകൾ ടൈറ്റായി ഹഗ് ചെയ്ത് കൊടുക്കാം. കണ്ണുകൾ അടച്ചൊന്ന് റിലാക്സ് ചെയ്യാം. കാല് നീട്ടിയിട്ടുള്ളതിന്റെയാണ് ദണ്ഡാസന. നമ്മൾ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ അത് സുഖാസനയാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ജാനുശിരാസനയാണ്. ജാനുശിരാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജാനു എന്ന് പറഞ്ഞാൽ മുട്ടാണ്, ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റി അല്ലെങ്കിൽ തല. ബേസിക്കലി നെറ്റി മുട്ടിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പോസ്റ്റർ ആണ് ജാനുശിരാസന. ആസന പോസ്റ്റർ അതറിയാലോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതിന്റെ കറക്റ്റ് പോസ്റ്റർ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം കാണിക്കാം. ഇനി നമ്മളെങ്ങനെയാ ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വലത് കാലം മടക്കുമ്പോൾ ഇതുപോലെ ലെഫ്റ്റ് ഇന്നർ തൈസിലേക്ക് പതിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കാൽപാദം പതിച്ചു വെക്കുന്നു. ഞാൻ ആദ്യം കാണിക്കാം, നോക്കിക്കോളൂ. ഇനി ഇവിടെ നിന്നും ഈ സമയം നമ്മളുടെ കാലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ സമയം കാലം കൊണ്ട് സ്ട്രെയിറ്റ് ആയിരിക്കും, അടുത്ത കാലം കൊണ്ട് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി താടി
up. Exhale down. Inhale up. ശവാസനത്തിൽ വിശ്രമിക്കാം. അവള് പറഞ്ഞ പോലെ ബോഡിക്കുള്ളൊരു ജസ്റ്റ് യോഗ എന്ന് പറഞ്ഞ ബോഡിക്ക് മാത്രം എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട്. പക്ഷെ ആ സ്ട്രെസ്സൊക്കെ പോയി ഭയങ്കര റിലീഫ് ആയ പോലെ ഉണ്ട്. ആ ഒരു കാംനെസ് ഫീൽ ആവുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. താങ്ക് യു. ഇനി എല്ലാം കഴിയുമ്പോൾ ഒരു 5 കിലോ കുറഞ്ഞു എന്ന് സംശയം. ബോഡിയുടെ മൊത്തത്തിൽ ഒരു വെയിറ്റ് ഒന്ന് കുറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോ ഇന്നർ പാർട്സ് റിലാക്സ്ഡായിട്ട് എനർജി ഫീൽ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് നല്ല നമുക്ക് ശരീരത്തിന് മൊത്തം മനസ്സിൽ എല്ലാം മനസ്സിൻ്റെ ഒരു യോഗ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ റെഗുലറൈസ് ചെയ്യുന്ന നല്ല ക്ലാസ്സാണ്. താങ്ക് യു. എങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നു. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്ട്രെസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പറ്റാവുന്നതുമായി ചെയ്തു. താങ്ക് യു. ഒരു എക്സ്പീരിയൻസ് ആണ് ചെയ്തത്. അത് എപ്പോഴും പറയാനുണ്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള ഒരു ഷോർട്ട് ടൈം എനിക്ക് കിട്ടി. അപ്പൊ നെക്സ്റ്റ് റെഗുലർ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ആദ്യം. വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു. ചെയ്തവരോടും വന്നവരോടും നിന്നവരോടും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.